ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ജേർണലിങ്ങിൻ്റെ ഫസ്റ്റ് പേജ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് പാറ്റേൺ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഹോം മെയ്ഡ് ആയിട്ടൊരു പാറ്റേൺ ഉണ്ടാക്കുകയാണ്. എൻ്റെ അടുത്തുള്ള ഹൈലൈറ്റർ, പർപ്പിൾ ഹൈലൈറ്റർ വെച്ചിട്ടാട്ടോ ഞാനൊരു പാറ്റേൺ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനും കുറച്ച് വളഞ്ഞ ലൈൻസാട്ടോ വരച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ സ്കെയിലെടുത്തിട്ട് സ്ട്രൈറ്റ് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വളഞ്ഞ ലൈൻസ് തന്നെ വരച്ച ഒരു പാറ്റേണായി, പക്ഷെ ഞാൻ ഇങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രൈറ്റ് ലൈൻസും കൂടി വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴും ഒരു പാറ്റേൺ ആവുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വരച്ച് കൊടുത്തു കഴിഞ്ഞ് ഇനി നമ്മുടെ എന്താ പറയുക, ജേർണൽ ബുക്ക്. ഇത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണല്ലോ ഒരു നോട്ട്ബുക്കിൽ നിന്ന്. ആ നോട്ട്ബുക്കിൽ നിന്ന്, ഒരു സാധാ നോട്ട്ബുക്കിൽ നിന്ന് നമ്മൾ ജേർണൽ ബുക്കാക്കിയതാണ്. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ പാറ്റേൺ പേപ്പർ ഒന്നും ഒട്ടിച്ച് കൊടുക്കുക, നല്ല പ്രസ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ, പോരരുതല്ലോ. പിന്നെ ഇത്രയും പേപ്പേഴ്സ് ഉണ്ടല്ലോ, ഈ വൈറ്റ് കാണുന്നവിടെ, അതൊക്കെ വേസ്റ്റ്, അതൊക്കെ നമുക്ക് വെട്ടിക്കൊടുക്കണം കേട്ടോ. അതിന് മുന്നേ നമുക്കൊരു പാറ്റേണും കൂടി ആവശ്യമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് കേട്ടോ. ഇതേപോലെ ഉള്ളിൽ വെക്കണം. അപ്പം ഞാനത് സൈസ് കറക്റ്റാണ് നോക്കിയതാണ്. പിന്നെ ഒരു ഫോട്ടോ വേണം കേട്ടോ. അതിന് ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുള്ള ഒരു വിഷുവിന് എടുത്ത ഫോട്ടോ കേട്ടോ, ഈ വിഷുവിന്. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. എന്താണെന്നറിയോ, ഞാനിത് A4 ഷീറ്റിൻ്റെ വലുപ്പമുള്ള ഇതെടുത്തിട്ടുള്ളത് ഫോട്ടോ. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഒരു ചെറിയ ഫോട്ടോ മതിയായിരുന്നു. പക്ഷെ അബദ്ധം പറ്റിയതാണ്. അതുകൊണ്ട് ഞാൻ അതാണ്ട് വെട്ടാന്ന് വിചാരിച്ചിട്ടോ. ഈ ഒരു വലുപ്പത്തിൽ ഇതിനെക്കാട്ടി ചെറുതാണ് വേണ്ടത് കേട്ടോ. അപ്പം ഇതിന് നിങ്ങൾക്ക് കളർ പേപ്പർ എടുത്താൽ മതി. ഞാൻ പിന്നെ മമ്മീൻ്റെ വീട്ടിലാണ്, വെക്കേഷനില്ല, അതുകൊണ്ട് എൻ്റെ അടുത്ത് കളർ പേപ്പറൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഹൈലൈറ്റർ വെച്ച് ചെയ്താണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതെടുക്കാം കേട്ടോ, എന്ത് കളർ പേപ്പർ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു പർപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ലൈൻസ് വരച്ചു കൊടുക്കുക, സ്ട്രൈറ്റ് ലൈൻസ് സ്കെയിലിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണേ. അപ്പോൾ ഇതൊരു ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു പാറ്റേണായി. ഇത് നിങ്ങളുടെ അടുത്ത് കളർ പേപ്പർ ഉണ്ടെങ്കിൽ ആ കളർ പേപ്പറിൻ്റെ മേലെ കൂടെ ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഞാൻ സെൻറ്ററിൽ വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു പീസിലാണ് നമ്മൾക്ക് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം. റെഡ് സിസേഴ്സ് ഇട്ട് കട്ട് ചെയ്തിട്ടൊന്നും ആവണില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലാക്ക് സിസേഴ്സ് എടുത്തിരുന്ന് കട്ട് ചെയ്ത് കിട്ടും. പിന്നെ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ രീതിയിലാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ വലുപ്പത്തിൽ. പിന്നെ ഞാൻ ഇതിനെക്കാട്ട്